പാമ്പന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ചിത്രപാൽക്കുട മഹോത്സവത്തിന് ഇന്ന് സമാപനമായി. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം ഫാബിസ് മൾട്ടി ജിം പാമ്പനാർ. സേവിപ്പോർ ആനന്ദമൂർത്തിയായ മഹാദേവനും വെളിപ്പുറത്തമ്മയായ ശ്രീ പാർവതി ദേവിയും വിഘ്നവിനായകനായ ഗണപതിയും എല്ലാ ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന നവഗ്രഹങ്ങളും സർവ്വദോഷങ്ങൾക്ക് നിവാരണമേകുന്ന നാഗരാജാവും നാഗയക്ഷിയും കാവലാൽ ബ്രഹ്മരക്ഷസും കുടികൊള്ളുന്ന പാമ്പനാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ചിത്രപാൽക്കുട മഹോത്സവം ഇന്ന് സമാപിച്ചു. ക്ഷേത്ര തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി അജിത് തിരുമേനിയുടെയും കാർമ്മികത്വത്തിൽ വിശേഷ പൂജകളോടുകൂടി പൂർവാധികം ഭംഗിയായാണ് ആഘോഷ പരിപാടികൾ നടത്തപ്പെട്ടത്. വാദ്യമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെ ആരംഭിച്ച മഹാപാൽക്കുട ഘോഷയാത്ര റാണികോവിൽ ശ്രീകൗമാര്യമ്മൻ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ദേശം ചുറ്റി പാമ്പന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പാൽക്കുടവും തലയിലേന്തി അനുഗമിച്ചു. മുരുകനും വള്ളിയും കാവടിയേന്തിയ ഭക്തജനങ്ങളും പറവക്കാവടിയും പാൽക്കുട ഘോഷയാത്രയ്ക്കൊപ്പം ചേർന്നു. മഹാദേവന് തൃക്കണ്ണിൽ നിന്നും ജനിച്ച അറുമുഖൻ ദേവസൈന്യാധിപൻ സാക്ഷാൽ ആറുപടയപ്പൻ വേൽമുരുകൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പളനിക്ക് സമാനമായ കേരളത്തിലെ ഏക ഹൈന്ദവ ക്ഷേത്രമായ പാമ്പന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പങ്കുനിയുത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ആരംഭിച്ച ഉത്സവ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമാകുന്നത്. പാൽക്കുട ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നപ്പോൾ മഹാ അന്നദാനവും നടന്നു. എസ് രാധാകൃഷ്ണൻ പ്രസിഡന്റായും ആർ രഘുരാമർ സെക്രട്ടറിയായുമുള്ള ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെരുവുത്സവ പരിപാടികൾ നടത്തപ്പെട്ടത്. പാമ്പന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പങ്കുനിയുത്ര മഹോത്സവവും ചിത്രപാൽക്കുട മഹോത്സവവും അക്ഷരാർത്ഥത്തിൽ നാടിൻ്റെ ഉത്സവമായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്.